പത്തനംതിട്ട ജില്ലയിലെ LDFിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. LDF നേതാക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം CPM ജില്ലാ സെക്രട്ടറി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി, ഇപ്പം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണോ? തീർച്ചയായിട്ടും 17 സീറ്റുകളാണ് ഇത്തവണ ഉള്ളത്. 17 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന് ഉറപ്പാണ്. പാർലമെൻ്ററി രംഗത്ത് അനുഭവ പരിചയമുള്ള, പൊതുപ്രവർത്തന രംഗത്ത് ധാരാളം അനുഭവങ്ങളുള്ള, പ്രത്യേകിച്ചും കഴിഞ്ഞ കോവിഡിലും അതുപോലെ തന്നെ മഹാപ്രളയത്തിലും അതോടൊപ്പം തന്നെ പൊതുരംഗത്തും ശോഭിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം, അങ്ങനെ ഏറ്റവും കഴിവുള്ള, ഏറ്റവും അനുഭവ പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥികളെയാണ് ജനങ്ങൾ കയ്യിൽ നീട്ടി. LDF മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്ത മറ്റ് പ്രവർത്തകർ, മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകർ പോലും അംഗീകരിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥികളെയാണ്, അഴിമതിയുടെ കറപുരുളാത്ത സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ഒരു ആധുനിക കേരളത്തെ സൃഷ്ടിക്കുകയാണ് ഇന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആധുനിക കേരളത്തെ സൃഷ്ടിക്കുവാൻ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാവുന്ന നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക, വിദേശ രാജ്യങ്ങളിൽ ഇന്ന് ലഭിക്കുന്ന ജീവിത സൗകര്യങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുക, അതിനാണ് ഗ്രാമപഞ്ചായത്ത് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് സമ്പൂർണ്ണ മാലിന്യ വിമുക്ത കേരളം എന്ന നിലയിലേക്ക് നമുക്കറിയാം. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച കുന്നന്താനത്തെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യൂണിറ്റ് നമുക്കറിയാം. അതുപോലെയുള്ള വിവിധ സംരംഭങ്ങൾ നമുക്ക് ഇനിയും കൂടുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു. 100% മാലിന്യ വിമുക്ത ജില്ലയായി നമ്മുടെ ജില്ലയെ മാറ്റുക, ഇങ്ങനെ തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങൾ ഇനി നമുക്ക് നേടിയെടുക്കാനുണ്ട്. സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ് നമ്മൾ വലിയ തോതിൽ മുന്നേറിക്കഴിഞ്ഞു. ഇനി സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ജില്ലയൊട്ടാകെ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട്, വോട്ടർമാരുടെ അഭിപ്രായം കേട്ടിട്ട്, അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട്. അതുകൊണ്ട് സമ്പൂർണ്ണമായി ജനങ്ങൾ സ്ഥാനാർത്ഥികളെ 2 കൈകളും നീട്ടി സ്വീകരിക്കും. രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും എല്ലാം അതീതമായി ജനങ്ങൾ LDFിനെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. CPIയുടെ ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാറോട് ചെറിയാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ യുവത്വത്തിനും പരിചയസമ്പന്നതയ്ക്കും ഒരുപാട് പ്രാധാന്യമാണ്. അവിടെ വൈഷ്ണവി, AISFന്റെ നേതാവ് തുടങ്ങിയ രേഷ്മ മറിയം, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ജനങ്ങൾ കുറച്ചുകൂടെ സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും യുവത്വമാണ് നമ്മുടെ നാടിനെ ഇനിയും മുന്നോട്ട് നയിക്കേണ്ടതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നീങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കും അതുപോലെ അനുഭവസമ്പത്തും പരിചയസമ്പത്തും ഉള്ളവർക്കും എല്ലാം കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക LDF പ്രസിദ്ധീകരിച്ചത്. എല്ലാ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. വനിതകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട ആളുകൾ, അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രധാനമായും ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 17 പേരും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ജില്ലയിലെമ്പാടും രാജീവ് അബ്രഹാം സൂചിപ്പിച്ച പോലെ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ 5 വർഷം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വികസന പ്രക്രിയയിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് അനുകൂലമായി മാറുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജില്ലാ സെക്രട്ടറിമാർ പറഞ്ഞു നമുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവസാനിപ്പിക്കും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽപ്പുണ്ട്. നിങ്ങളുടെ ഈ വികസന ബാറ്റൺ കൈമാറുകയാണ്, വിജയം ഉറപ്പല്ലേ? അവർ ഏറ്റെടുക്കുമെന്നുള്ളത് തീർച്ചയായും വിജയം ഉറപ്പാണ്. ഈ ജില്ലയിലെ ജനങ്ങളിൽ അത് നല്ല ബോധവാന്മാരാണ്. പ്രത്യേകിച്ച് ഇവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മാലിന്യമുക്ത ഒരു ജില്ല ഇവിടെ രൂപപ്പെടുത്തുവാനായിട്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വെച്ച് അത് വിജയപ്രദമായി. മാത്രമല്ല, അത് തുടർ പ്രവർത്തനങ്ങൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഇത് മാലിന്യം കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നതിനുള്ള വാഹനങ്ങൾ പോലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകി. അതുപോലെ തന്നെ നമ്മുടെ തെരുവ് നായ്ക്കളുടെ ശല്യം അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ABC സെൻറ്റർ പുളിക്കീഴി പണിതു.
അങ്ങനെയുള്ള ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ, അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളാണ് ഈ ജില്ലയിൽ നടത്തിയത്. അതുകൊണ്ട് ഇതൊരു തുടർ പ്രവർത്തനമാണ്. വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഈ LDFിൻ്റെ ഭരണം ഇവിടെ ജില്ലയിലുണ്ടാകും. തുടർ കാര്യങ്ങളെല്ലാം ആ ഭരണസമിതി നിറവേറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. വലിയ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം തന്നെ. ക്യാമറമാൻ അഖിലേഷ് ടോണിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.